ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല, അയ്യോ അമ്മേ ശരണം ദേവീ ശരണം, ഒന്നും പറയാനില്ല. അമ്മാതിരിയുള്ള എനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. പൊങ്കാലയ്ക്ക് വന്ന ഫോട്ടോ പിടുത്തക്കാരും അതേപോലെ തന്നെ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കുനിയാൻ പറ്റാതെ നിൽക്കുന്നത്, പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കുനിയുള്ളൂ ചട്ടിയിൽ, ആ കുനിയാൻ പറ്റാതെ നിൽക്കുന്ന നമ്മൾ സെലിബ്രിറ്റികളെയും ഞാൻ കുറേ കണ്ടു. പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം അവിടെയാണെങ്കിൽ ഫുൾ മഴ പെയ്ത് ചെളിയും കുണ്ടുമായിട്ട് അവിടെ അങ്ങനെ കിടക്കുന്നു. അപ്പം ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ പുതിയ ന്യൂസ് വന്നിരിക്കുകയാണ്, കോർപ്പറേഷനിൽ കുറച്ച് ആൾക്കാരെ ട്രാൻസ്ഫർ ചെയ്തെന്നും പറഞ്ഞിട്ടൊക്കെ. എല്ലാം സംസാരിക്കുക. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് എന്തായാലും വേണം. അപ്പം നമ്മുടെ അമ്പലമാണ് ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ പൊങ്കാല നമ്മുടെ ആറ്റുകാലം, നമ്മൾ ആറ്റുകാൽ പൊങ്കാല, ആറ്റുകാൽ പൊങ്കാല, ആറ്റുകാൽ പൊങ്കാല, ആറ്റുകാലമ്മ, ആറ്റുകാലമ്മ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ 3 കിലോമീറ്റർ അടുത്താണ് എൻ്റെ വീടിൻ്റെ. ഒരു ഓട്ടോ പിടിച്ച് പോകാനേ ഉള്ളൂ. കൊച്ചേ തൊട്ട് നമ്മൾ പൊങ്കാല ഇടാൻ പോകുന്ന ആൾക്കാരാണ്. അമ്മയായിട്ട് എൻ്റെ ഓർമ്മകൾ മുഴുവനും എൻ്റെ അമ്മയുടെ കൂടെ എല്ലാവരും ഉണ്ടാവും. വീട്ടുകാർ, അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ, എല്ലാവരും കൂടെ ഒന്നിച്ച്. ഇപ്പം അമ്മയ്ക്ക് വയ്യാത്ത ആയ ശേഷം ഞാൻ വീട്ടിലാണ് പൊങ്കാല ഇടുന്നത്. എല്ലാ കൊല്ലവും മുടങ്ങാതെ പൊങ്കാല ഇടും. TV ഓൺ ചെയ്ത് വെക്കും. അവിടെ പണ്ടാര വിളക്കിൽ തീ കൊളുത്തി അവർ ഇതാകുമ്പോൾ ഞാനും ഇവിടെ തീ കൊളുത്തി പൊങ്കാല ഇടും അമ്മയ്ക്ക്. അപ്പം സാധാരണ പൊങ്കാലയ്ക്ക്, അതായത് ഈ നമ്മൾ ആറ്റുകാൽ ഉത്സവം കൊടിയേറിയ ശേഷം ചെറിയ ഒരു മഴ പെയ്യും. അതൊരു ചാറ്റൽ മഴയായിരിക്കും കേട്ടോ. ഇപ്രാവശ്യം ചാറ്റൽ മഴയല്ല പെയ്തത്, നല്ലൊരു മഴ അങ്ങോട്ട് പെയ്തു. അപ്പോൾ പൊങ്കാലയ്ക്ക് നമ്മൾ എപ്പോഴും വീഡിയോ എടുക്കാൻ വേണ്ടി പോകും. നിങ്ങൾ എൻ്റെ വീഡിയോ എപ്പോഴും കണ്ടിട്ടുണ്ടാവും, ആറ്റുകാൽ പൊങ്കാല, ആറ്റുകാൽ ക്ഷേത്രത്തിലൊക്കെ പോകുന്നത്. പക്ഷേ ഇത്തവണ നമ്മൾ ആ കൊടിയേറിയ സമയത്ത് നമ്മൾ പോയി. അത് കഴിഞ്ഞ ശേഷം മഴയായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാര്യം ഞാൻ നോക്കും, സോഷ്യൽ മീഡിയ നോക്കും, ഫുൾ വെള്ളക്കെട്ടാണ്. നമ്മുടെ അമ്മയുടെ അമ്പലത്തിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് എന്ന് പറഞ്ഞാൽ അവിടെയാണ് കടകളൊക്കെ ഉള്ളത്. ഒരു വലിയൊരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലമാണ്. അത് ട്രസ്റ്റിൻ്റെയാണ്, അമ്മയുടെ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെയാണ്. അത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം, കോർപ്പറേഷൻകാർ ചെയ്യണം, ട്രസ്റ്റ് ചെയ്യണം, ഇതൊന്നും അല്ല നമുക്കിപ്പോൾ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിപ്പോൾ കരിവാരി എറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയത് വരുന്ന അമ്മമാർക്ക് നല്ല സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇത് ഫുൾ വെള്ളക്കെട്ടായിട്ട് കിടക്കുക. ഇവർ മണ്ണിട്ട് പൊക്കി കേട്ടോ. ഈ ഉത്സവത്തിന് തൊട്ട് മുന്നേ മണ്ണിട്ട് പൊക്കി. അപ്പോൾ ഈ കൊണ്ടുവന്ന മണ്ണെല്ലാം, പൊക്കിയ മണ്ണെല്ലാം മഴ നന്നായിട്ട് പെയ്തപ്പോൾ അങ്ങ് ചെളിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വര ഇനി പൊങ്കാല എവിടെ ഇടും ഈ ചെളിയിലോ? എന്തായാലും നല്ല വെയിലല്ലേ, മിക്കവാറും അതൊക്കെ വറ്റും. എവിടെ വറ്റി? ഞാൻ പൊങ്കാല ദിവസം TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ചെളി ഒരുപാട് ചെളിക്കുണ്ടുകൾ കിടക്കുന്നു. അതിനകത്തൊക്കെ ഇരുന്ന് പൊങ്കാല ഇടുന്ന അമ്മമാർ. കാര്യം അമ്പലത്തിൻ്റെ അടുത്ത് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് ദൂരെ നിന്ന് തന്നെ അമ്മമാരും ചേച്ചിമാരും എല്ലാം സ്ത്രീകളും എല്ലാം ടിക്കറ്റും ബുക്ക് ചെയ്ത് എല്ലാവരും 2-3 ദിവസം മുന്നേ വന്നാണ് നിൽക്കുന്നത്. പിന്നെ ചിലവർ അവിടെ വന്നാൽ കിടക്കുന്നത്. എല്ലാവരും റോഡിലും സൈഡിലൊക്കെ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് വന്നാൽ കാണാൻ പറ്റും. അത്രമാത്രം അവർ ഭക്തിയോടുകൂടി വന്ന് കിടക്കുകയാണ് അവർ, അത്രയ്ക്ക് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരോട് ചെയ്യുന്ന ഒരു അനീതിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം ഞാൻ അറ്റ്ലീസ്റ്റ് ഇത്രയും കൊല്ലമായില്ല, ഇത്രയും വലിയ ഒരു ക്ഷേത്രമല്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്ന, അടുത്ത കൊല്ലമെങ്കിലും ആ ഭാഗം ആ ഗ്രൗണ്ടെങ്കിലും ആ ഭാഗം ഒന്ന് ടാർ ചെയ്ത് ശരിയാക്കുക. കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും, ഈശ്വര ഇവിടെ വന്ന് ഇവരെങ്ങനെ ഇടും പൊങ്കാല? ഈ ചെളിയിൽ വന്നിട്ട് എങ്ങനെയാണ് ഒരു പൊങ്കാല ഇടുന്നത്? അപ്പം അവരവിടെ ഇരുന്നങ്ങിടെയാണ്, കാര്യം അവർക്ക് വേറെ വഴിയില്ല. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത കൊല്ലമെങ്കിലും ഉഷാറാക്കുക. എനിക്ക് തോന്നുന്നു ഈ പൊങ്കാല അല്ലെങ്കിൽ ഉത്സവം തുടങ്ങുന്നതിന് മുന്നേ റോഡ് ടാറിങ്ങൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. റോഡൊക്കെ ടാർ ചെയ്യുന്നതായിട്ട് കണ്ടായിരുന്നു. പക്ഷേ അതായത് അതിൻ്റെ ചുറ്റുമുള്ള റോഡുകളൊക്കെ അതല്ല ഇമ്പോർട്ടൻ്റ്, ആ ഒരു ഗ്രൗണ്ട് ഒന്ന് ഭംഗിയാക്കി എടുക്കുക. കാര്യം ഇത് കഴിഞ്ഞ ശേഷം എന്താ സംഭവിക്കുന്നത് അറിയാമോ? അവിടെ മൊത്തം വേസ്റ്റായി. അവിടെ മൊത്തം ഈ കുറേ പട്ടികളൊക്കെ വന്നിട്ട് അവിടെ ഇങ്ങനെ വേസ്റ്റ് കൊണ്ടിട്ട് പിന്നെ ഈ പുറത്തുനിന്നുള്ള ഈ മലയ്ക്ക് പോകുന്ന ആൾക്കാർ വരും. പിന്നെ വേറെ അമ്പലത്തിൽ പോകുന്ന ഈ ടൂറിസ്റ്റുകാരാണ് പിന്നെ വരുന്നത്. ഈ ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ വരുന്ന ബസ്സുകൾ കൊണ്ടിടുന്ന സ്ഥലമാണ് അവിടെ ആ ഗ്രൗണ്ട്. അവിടെ അതൊരു ബാത്റൂം അവിടെ ഉണ്ടെങ്കിലും പിന്നെ അതൊരു ബാത്റൂമായിട്ട് മാറും ആ ഗ്രൗണ്ട്. സത്യമാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ അടുത്ത്. കാര്യം അവിടെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു വീട്ടിൻ്റെ അവിടെ നമ്മൾ പൈസ കൊടുത്ത് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ പിന്നെ ഭക്ഷണം പാകം ചെയ്യുന്നതൊക്കെ അവിടെ വെച്ചിട്ട് തന്നെയാണ്. പക്ഷേ അത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാതെ, അതായത് കറക്റ്റ് ഒരു രീതിയിൽ ടോയ്ലറ്റ് ഫെസിലിറ്റിയും അതൊക്കെ നല്ല ടാർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് കാണാൻ തന്നെ ഒരു ഐശ്വര്യം, ഒരു ചേലുമായിരിക്കും. ഒരു പ്രാർത്ഥനയാണ് അടുത്ത കൊല്ലമെങ്കിലും നല്ല രീതിയിൽ കാണാൻ പറ്റണേ, നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ടും സന്തോഷത്തോടു കൂടിയും അമ്മമാർക്ക് ഇട്ടിട്ട് പോകാൻ പറ്റണേ എന്നുള്ളത്. ഇനി അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഫോട്ടോ പിടുത്തം. എൻ്റെ പൊന്നോ, ഫോട്ടോ പിടുത്തം എന്ന് പറഞ്ഞാൽ പൊങ്കാല ഇട്ട് കഴിഞ്ഞ് ഞാൻ TV യിലാണ് പൊങ്കാല കാണുന്നത്. പൊങ്കാല
ഇട്ട് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കിയത് പിന്നെ അങ്ങോട്ട് എൻ്റെ കണ്ണൊക്കെ കണ്ടു. ഇതെന്താ സംഭവം? ഇത് പൊങ്കാല ഇടുന്നതില്ല, പൊങ്കാല ഇടുന്നതില്ല. ഈ വരുന്ന സെലിബ്രിറ്റികളുടെ ചുറ്റുമാണ് ആൾക്കാർ. ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു സെലിബ്രിറ്റീനെ ആ പുള്ളിക്കാരിയാണെങ്കിൽ പേടിച്ച് വരച്ചാൽ നിൽക്കുന്നത്. പേടിച്ചിട്ട് ഇങ്ങനെ എന്താ കുനിയാൻ പറ്റുന്നില്ലല്ലോ, കുനിഞ്ഞിട്ടല്ലേ പൊങ്കാല ഇടാൻ പറ്റുള്ളൂ. ഇവരുടെ മുന്നിൽ, അതായത് ഈ ബാക്കിൽ നിന്ന് ക്യാമറ എടുത്തു നോക്കുമ്പോഴത്തേക്കും ഒരു 50 പേര് ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് നിൽക്കുക, കുനിയേ ആ രീതിയിൽ. പിന്നെ അത് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇത് എന്താ സംഭവം? ഇത് നമ്മൾ ഇതുവരെ സാധാരണ ഒരു 4-5 ചാനലുകാർ അല്ലെങ്കിൽ TV ചാനലുകാർ വരും, ഇവർ പൊങ്കാല ഇടുന്നതിന് മുന്നെയോ ഇട്ട് കഴിഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഇട്ട് കഴിയും ഒരു 11-11:30 ആകുമ്പോൾ എല്ലാം പൊങ്കാലയൊക്കെ ഇട്ട് കഴിയും. ആ സമയത്ത് ഇവരെ മാറ്റുന്നത് സാധാരണ ചിപ്പി ചേച്ചിയാണ് എല്ലാവരും വിളിക്കുന്നത്. ചിപ്പി ചേച്ചി അവിടെ നിന്ന് സംസാരിച്ച് ആ പൊങ്കാല വളരെ സന്തോഷമായിട്ട് ഇട്ടു, കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇതങ്ങനെയല്ല, ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. എന്ത് വേണോ നിങ്ങൾ എന്തോ ചെയ്തോ നമ്മളിതെടുക്കും, എടുത്തിരിക്കും. നിങ്ങൾ കുനിയെയോ അങ്ങോട്ട് തിരിയോ ഇങ്ങോട്ട് തിരിയണോ അതൊക്കെ ഇതിനകത്തുണ്ടാവും. എല്ലാം ഓരോ ബിറ്റായിട്ട് ഞാൻ എടുത്തിടും എന്നുള്ള. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു മൊബൈലും ഉണ്ട്, ഒരു ചാനലും ഉണ്ടെങ്കിൽ നമുക്കും ഇത് ചെയ്യാം. പക്ഷേ ഇതിനൊക്കെ ഒരു പരിധിയില്ലേ? പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, എല്ലാവരും സാരിയൊക്കെ ഉടുത്താൽ വരുന്നത്. എല്ലാവരും ഈ സാരിയുടെ കൂടെ നല്ല ഭംഗിയായി സുന്ദരിയായിട്ടൊക്കെയാണ് ഒരുങ്ങി വരുന്നത്. എല്ലാവരും ലോ നെക്ക് ബ്ലൗസുകളാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പണിയാണ്, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാളും. കാര്യം ഇത് ഏത് ആംഗിൾ എന്നാണ് എടുക്കണമെന്ന് പറയാൻ പറ്റില്ല. എല്ലാം ഈ ആംഗിളാണ്, ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ചിലത് അത് മനഃപൂർവ്വം ചെയ്തതുപോലെയും ചിലത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊരു ചില എക്സെപ്ഷണൽ കേസുകൾ എനിക്ക് തോന്നിയിട്ടുണ്ട് വെറുതെ. പിന്നെ ചിലവർ പെട്ടുപോയവരുണ്ട്. എൻ്റെ ഇതൊന്നും മുമ്പ് പിന്നെ ഈ ചിപ്പി ചേച്ചീനെയൊക്കെ എടുക്കാൻ വന്ന് നിൽക്കുന്നവർ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കാലമൊക്കെ തട്ടിമറിച്ചിട്ട് അവർ അപ്പുറത്തൊരു അമ്മ നിൽപ്പുണ്ട്, അവരിങ്ങനെ നിൽക്കുന്നത്. ഇതെന്തൊരു പാട് ഇവിടെ എന്തൊരു കാര്യം 50 പേര് ഈ ഒരു കുട്ടിയുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇങ്ങനെ ക്യാമറയായിട്ടും എന്തെങ്കിലും ഇപ്പം നമ്മൾ എടുക്കും. ആ കുട്ടി കുനിയണോ വേണ്ടയോ, താഴെയിട്ട് പൂജ കുനിയണമെന്ന് പറഞ്ഞാൽ കുനിഞ്ഞിട്ടല്ലേ നമുക്ക് പൂജയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഗണപതിക്ക് വെക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും വെക്കാൻ പറ്റണില്ല ആ കുട്ടിക്ക്, ടെൻഷൻ കാരണം. അയ്യോ, എന്നിട്ട് അപ്പുറത്ത് ഒരു ചേച്ചി ഇങ്ങനെ നിൽക്കുക. ഇതെന്തൊരു ഇതെന്തിനാണ്? കാര്യം എല്ലാവരും പൊങ്കാലയ്ക്ക് റെഡിയായി നിൽക്കുകയാണ്. അതായത് നമ്മൾ അടുപ്പിൽ തീ കത്തിക്കാൻ വേണ്ടി എല്ലാവരും ഗണപതിക്ക് പൂജ ചെയ്യാനും വേണ്ടി അതൊക്കെ റെഡിയായി ഒരുക്കി നിൽക്കുമ്പോൾ അതിൻ്റെ പുറത്തൂടെ വന്ന് കിടന്നുകൊണ്ട് ഇതും പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതിനൊക്കെ ഒരു പരിധിയില്ലേ? എങ്ങനെയാണ് ഇതിനൊരു പരിധി കാണുന്നത്? നമുക്ക് ഒന്നെങ്കിൽ ഒരു ടൈം വെക്കുക, പൊങ്കാല കഴിഞ്ഞിട്ട് മാറ്റി നിർത്തി സംസാരിക്കുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ അവരോടൊരു പെർമിഷൻ ചോദിക്കുക, ഇത് ഇട്ടോട്ടെ എന്നുള്ളത്. കാര്യം അവർക്ക് പിന്നെ പ്രശ്നമില്ലെങ്കിൽ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. കാര്യം നിങ്ങളുടെ ഈ വീഡിയോ ഇടാൻ പോണത് ഈ പ്രശ്നമുണ്ടോ? അവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞില്ല. പക്ഷേ ഇവർ പൊങ്കാല ഇടുന്നത് മാത്രം നമ്മൾ കാണാൻ പറ്റുന്നില്ല. ബാക്കി ഇവർ ഇങ്ങോട്ട് തിരിയുന്നത്, അങ്ങോട്ട് തിരിയുന്നത്, ഇങ്ങോട്ട് തിരിയുന്നത്. ഞാൻ പറഞ്ഞു ചിലവർക്ക് തിരിയാൻ തന്നെ ചിലവർ പേടിച്ച് നിൽക്കുകയാണ്. ഒന്ന് പോയാൽ ഞാനൊന്ന് കുനിയായിരുന്നു എന്നുള്ള രീതിയിൽ. ആ രീതിയിൽ ഇത് ബാക്കിയുള്ള സാധാരണ നമ്മൾ പൊങ്കാലയ്ക്ക് ഫീച്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഫീച്ചർ ചെയ്യും അല്ലേ? അമ്മൂമ്മമാർ, ദൂരെ നിന്ന് വന്നവർ, ഗ്രൂപ്പായിട്ട് വന്ന ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിക്കും. സെലിബ്രിറ്റീസ് മാത്രമല്ലല്ലോ പൊങ്കാല ഇടുന്നത്, എല്ലാവരും ഇടുന്നില്ല. പക്ഷേ സെലിബ്രിറ്റീസിൻ്റെ കാര്യം ഇത്തവണ അവർക്ക് തിരിയാനും ഒന്ന് കമന്ന് പൊങ്കാല ഇടാൻ, അല്ല കമന്ന് പറഞ്ഞാൽ ഒന്ന് കുരിഞ്ഞ് പൊങ്കാല ഇടാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഈ ഒരു ഇതിൽ. എനിക്കത് ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. കാര്യം അതിനെ ഇങ്ങനെ വെച്ചിട്ട് ഇത് കാണിച്ചിട്ട് വ്യൂസ് കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം എടുത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് ഇഷ്ടംപോലെ ഞാൻ നോക്കുമ്പോൾ ഈ തുരുതുരുതുരാ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഓരോ ചെറിയ ബിറ്റുകൾ നോക്കുമ്പോൾ ഇങ്ങോട്ട് തിരിയുന്നു, അങ്ങോട്ട് പൊങ്കാലയില്ല, അങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് തിരിയുന്നു, കുനിയുന്നു. അപ്പം ഞാൻ കമൻസുകളാണെങ്കിലോ അതിൻ്റെ അപ്പുറം. അപ്പം ഇവർക്ക് റീച്ച് കിട്ടി, വിചാരിക്കേണ്ട റീച്ചെല്ലാം എല്ലാവർക്കും കിട്ടി. പക്ഷേ എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ്? കാര്യം ഒന്നാമത്തെ കാര്യം ആ സെലിബ്രിറ്റിക്കും എനിക്ക് ചിലവർക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി ഇഷ്ടമായിരിക്കും, നമുക്ക് റീച്ച് കിട്ടും എന്നുള്ളത്. പക്ഷേ ചിലവർക്കൊക്കെ ഭയങ്കര വേദന ഉണ്ടാക്കും അത്. അയ്യോ എന്തിനാണ് എൻ്റെ ഇങ്ങനത്തെ ചിലവർക്ക് അത് വേദന ഉണ്ടാക്കും. അയ്യോ എന്തിനാണ് എനിക്ക്, ചിലവർക്ക് അറിയാതെ തന്നെ നമ്മളിപ്പം ലോ നെക്ക് ബ്ലൗസൊക്കെ ഇടുമ്പോൾ അറിയാണ്ടൊക്കെ നീങ്ങിപ്പോവും, മനുഷ്യരല്ലേ, അങ്ങനെ പെട്ടുപോയ ആൾക്കാരും ഉണ്ട്. എന്തായിരുന്നാലും ഇതിനൊക്കെ ഒരു അതിർവരമ്പ് വെക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ വിചാരിച്ചൊരു 4-5 വീഡിയോക്കാരായിരിക്കും, പക്ഷേ ഇതൊരു 50 പേരെങ്കിലും ഉണ്ട് കേട്ടോ. അത് ഒരു വീഡിയോ ഉണ്ട് ഇവരെ കാണിച്ചിട്ടുള്ള. കാര്യം ഇവരെ വീഡിയോ എടുത്ത ഒരാളുണ്ട്, ഒരു വീഡിയോ ഉണ്ട്, അത് കിടന്ന് കറങ്ങുന്നുണ്ട് ഫേസ്ബുക്കിൽ. ഇവരെ വീഡിയോ എടുത്തത് ഞാൻ അപ്പോഴും മനസ്സിലാക്കിയത് ഇത്രയും പേരുണ്ടോ എന്ന്.
എങ്ങനെ ഞാൻ എങ്ങനെ ബാക്കിയുള്ളവർ അവിടെ എങ്ങനെ നിന്നിട്ടുണ്ടാവും? ഈ പൊങ്കാല ഇടാൻ വന്ന ബാക്കി അമ്മമാരുണ്ടാവുമല്ലോ, അമ്മമാരും ചേച്ചിമാരും പിള്ളേരും അനിയത്തിമാരും ഒക്കെ, അവർ അന്തം വിട്ട് നിൽക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിൽക്കട്ടോ പോട്ടോ. പിന്നെ കുറേ ചട്ടിയും കലമൊക്കെ അതും തട്ടിമറിച്ച് അത് വേറെ സൈഡിൽ കൂടി. ആ പൊങ്കാല ഇടുന്നതിന് മുന്നെയാണിത്. ഇതൊക്കെ എന്തുവാണ്? എനിക്കതൊക്കെ ഭയങ്കര ഒരു വിഷമം തോന്നിയ ഒരു കാര്യമാണ്. ഇതൊക്കെ അടുത്ത പൊങ്കാലയ്ക്ക് ഉണ്ടാവുമോ ഇതെല്ലാം? കാര്യം ഞാൻ എന്തായാലും ഇതിനൊക്കെ വ്യൂസും ഇതൊക്കെ വൈറലായ ടോപ്പിക്കാണല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് നമ്മുടെ ഒരു നടി വന്നിട്ട് മാപ്പ് പറഞ്ഞു. കാര്യം അത് ഒരുപാട് കാര്യം എല്ലാവരും കമൻറ്റ് സെക്ഷനിലൊക്കെ പറഞ്ഞത് ഇത് പൊങ്കാല ഇടാനാണ്, നമ്മൾ നേർച്ചയ്ക്കാണ് വന്നേക്കുന്നത്. പലർക്കും 50 കലങ്ങളുണ്ട്, 50 കലം നേർച്ചയുള്ളവരുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ പോയിട്ട് അവർക്കൊക്കെ എന്ത് ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാക്കണത്. ഞാൻ ആലോചിക്കുകയാണ്, എന്ത് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. കഴിയുന്നത് ഇപ്പം വിചാരിക്കും സൈബർ ഏജൻസിൻ്റെ അടുത്ത് ഇരിക്കാതിരിക്കണതാണ് നല്ലത്. കാര്യം നമുക്ക് സമാധാനത്തിൽ ഇടാം. കാര്യം ഇതെല്ലാം കൂടെ വന്നിട്ട് ഇവരുടെ പുറത്താണ് കിടക്കുന്നത്. ബാക്കിയുള്ളവരുടെ കലത്തിൻ്റെ മുകളിലാണ് ക്യാമറ തട്ടിമറിച്ചിട്ടിട്ട്. സോ അടുത്ത കൊല്ലമെങ്കിലും ഇതൊക്കെ ഒന്ന് ശരിയാക്കിയാൽ വളരെ സന്തോഷം. കാര്യം ഈ സോഷ്യൽ മീഡിയയിലെ ഇങ്ങനെ ഈ ഫോണും കൊണ്ട് വരുന്നതിന് എങ്ങനെയാണ് നമ്മൾ എനിക്കറിയത്തില്ല. കാര്യം ഇതൊക്കെ ഇപ്പം ബോളിവുഡിലൊക്കെ ആണെങ്കിൽ ഇവർക്കൊരു ഇത് വെച്ചിട്ടുണ്ട്, ഒരു ബാരിയർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേ അവർ നിൽക്കുകയുള്ളൂ, അകത്തോട്ട് ഇവർ അടുത്തോട്ട് വരില്ല. ഇങ്ങനെ പോയി എടുക്കാൻ എനിക്ക് തോന്നുന്നില്ല പറ്റും എന്നുള്ളത്. ഇങ്ങനെയൊക്കെ പോയി എടുക്കാൻ പറ്റുമോ ആരെങ്കിലും? എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. കാര്യം ഞാൻ എപ്പോഴും കാണുന്നത് പാപ്പരാസീസൊക്കെ ഒരു ബാരിയറുണ്ട്, ആ ബാരിക്കേഡിന് അപ്പുറത്താണ് അവർ നിൽക്കുന്നത്. എന്നിട്ട് അവർ വന്ന് സംസാരിക്കും, പോവും. ഇപ്പോൾ ഡ്രസ്സ് കാണിക്കണോ, ഓക്കെ ഡ്രസ്സ് കാണിക്കും, ഡ്രസ്സ് കാണിച്ചിട്ട് പോവും, ഓക്കെ. അങ്ങനെ ഒരു ഇതാക്കി വെക്കുക, അതാണ് നല്ലതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം, ഒരു ബാരിയർ, ഒരു വരമ്പ്, ഒരു ഇത് വേണം. അല്ലാണ്ട് നമുക്ക് മറ്റുള്ളവരെയും കൂടെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്തിനാണ് ഈ കാണിക്കുന്നത്? ബാക്കിയുള്ളവരും പൊങ്കാലിടാനല്ലേ വന്നിരിക്കുന്നത്, അവരെയും കാണിക്ക്. സാധാരണ അമ്മമാർ, ചേച്ചിമാർ, കുഞ്ഞു മക്കൾ ഒക്കെ ഉണ്ടല്ലോ ആദ്യമായിട്ട് പൊങ്കാലിടുന്ന എത്രയോ പിള്ളേരുണ്ടാവും. സാധാരണ 10ാം ക്ലാസ്സിലെ പിള്ളേരാണ് ആദ്യമായിട്ട് പൊങ്കാലിടുന്നത് കേട്ടോ. ഞാൻ 10ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് പൊങ്കാലിട്ടത്. അതെ, എക്സാമിന് മുന്നേ ആറ്റുകാലമ്മയ്ക്ക് ഞാൻ സ്പോട്ടിൽ ഇരുന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് 10ാം ക്ലാസ്സിൽ ഞാൻ സ്വന്തം കലത്തിൽ പൊങ്കാലിട്ടത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സോ എത്രയോ കൊച്ചുങ്ങളുണ്ടാവും പൊങ്കാലിടുന്നത്, ഇതൊക്കെ കാണിക്ക്. ഇത് ഓക്കെ, അത് അവരെയും കാണിച്ചോ. പക്ഷേ അവർ തിരിയുന്നതും ഇതാകുന്നതൊക്കെ നമ്മളെന്തിനാണ് കാണുന്നത്? അത് വ്യൂസിന് വേണ്ടിയിട്ട് മാത്രമാണ്. അത് മനസ്സിലായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് എന്തൊരു ആശ്വാസം. എനിക്ക് അത്രയ്ക്ക് വിഷമമായിരുന്നു കേട്ടോ, അത്രയ്ക്ക് വിഷമമായിരുന്നു ഇത് കണ്ടിട്ട്. അപ്പോൾ എന്തായിരുന്നാലും ഈ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല അടുത്ത കൊല്ലം നല്ല രീതിയിൽ തന്നെ ആ ഗ്രൗണ്ടൊക്കെ നല്ല ഭംഗിയാക്കി അടുത്ത കൊല്ലം എനിക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.